ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിന്ധുജാസ് ഡെയിലി ഡാസിൽ. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു തട്ടപൂജ ചെയ്തു എന്ന് തോന്നുന്നു. പക്ഷെ ആ തട്ടം ഞാൻ മാറ്റി ഇടിയസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ തട്ടവും കലശവും അല്ലെങ്കിൽ കുടവും എനിക്ക് പൂജിക്കാൻ പോകണം. നമ്മുടെ ഹെയർ വാഷ് കഴിഞ്ഞ് പാർലറിലെ ഹെയർ വാഷ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കഴിഞ്ഞ ആഴ്ചയ്ക്ക് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് സെക്കൻഡ് വാഷ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഈ കണ്ടീഷണറാണ്, സൾഫർ ഫ്രീ ആയിട്ടുള്ള ലോറിയൽ പാരിസ് ഡ്രീം ലെന്തിൻ്റെ കണ്ടീഷണറും ഇത് ഷാംപൂ ചെറുത് കണ്ടീഷണർ മാറിപ്പോയി. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ അവർ പാർലറുകാർ പറഞ്ഞ ഒരു ബ്രാൻഡഡ് സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടില്ല. ഇത് തന്നെ സഫീഷ്യൻ്റ്. സ്ട്രീക്സിൻ്റെ സെറം ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഈ സാധനങ്ങൾ തന്നെ നമുക്ക് സഫീഷ്യൻ്റ് ആണ്. പാർലറുകാർ പലതും പറയും അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ. സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള എനി കണ്ടീഷണർ ആൻഡ് ഷാംപൂ ഇസ് പെർമിറ്റഡ് ഇൻ ബോട്ടോക്സ് ട്രീറ്റഡ് ഹെയർ. അപ്പം ഞാൻ എന്ത് ചെയ്യാം, ഞാൻ പോയി എൻ്റെ ഹെയർ വാഷ് ചെയ്ത് കുളിച്ചിട്ട് അമ്പലത്തിൽ പോകാനുള്ള ഡ്രസ്സിൽ വരാം. ബൈ, സ്റ്റേ ട്യൂൺഡ്. ഹലോ ഡിയേഴ്സ്. ഞാൻ അങ്ങനെ കുളി കഴിഞ്ഞു. അറിയാതെ ഷാംപൂ അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ കണ്ണിനകത്ത് പോയി നല്ല നീറ്റലുണ്ടായിരുന്നു. നല്ല സുഖം ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. തലയിൽ നമ്മൾ എണ്ണ തേക്കരുത് ബോട്ടോക്സ് ചെയ്തതിന് ശേഷം. പിന്നെ ചിലവർക്ക് ബോട്ടോക്സ് ചെയ്തില്ലെങ്കിൽ എണ്ണ ഈ ഇച്ചിങ് പോലെ ഉണ്ടാക്കും സ്കാൽപ്പിൽ. എനിക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു ബോട്ടോക്സ് ചെയ്യുന്നതിന് മുമ്പ്. പാരച്യൂട്ടിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. അതുപോലെ വെളിച്ചെണ്ണ ഫോർ ദാറ്റ് മാറ്റർ. ഇറിറ്റേഷൻ ഇല്ലാത്തവർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ എണ്ണയൊന്നും ചെയ്തിട്ടില്ല ബോട്ടോക്സ്. ചുമ്മാ പോയി ഹെയർ വാഷ് ചെയ്തു, ഷാംപൂ ഇട്ടു, കണ്ടീഷണർ ഇട്ടു. ഷാംപൂ ഇട്ട് നമ്മൾ സ്കാൽപ്പ് ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. കണ്ടീഷണർ ഒരു മിനിറ്റ് വെച്ചേക്കുക. പിന്നെ എന്ത് ചെയ്യുക, വാഷ് ചെയ്യുക. അത് വാഷ് ചെയ്ത് വന്ന ലുക്കാണ് ഈ കാണുന്നത്. ഇനി ഈ തലയിൽ നമ്മൾ സെറം അപ്ലൈ ചെയ്യണം ഉടക്ക് വരാതിരിക്കാൻ. പലർക്കും ഡൗട്ട് തോന്നും ഹെയർ ഓയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ എങ്ങനെ ഇത് ഉടക്ക് വരും. സെറമാണ് നമ്മൾ മുടിയുടെ നാരുകളിൽ ഹെയർ സ്റ്റാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം. സ്റ്റേ ട്യൂൺഡ്. തലയിൽ നമ്മൾ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും എണ്ണ യൂസ് ചെയ്യരുത്. അതിൻ്റെ എഫക്റ്റ് കുറയും. സ്ട്രീക്സിൻ്റെ ഈ ഒരു കളറിലുള്ള ഇതുണ്ട്, സെറം കിട്ടും. 380-300 എന്തോടെ ഇതിൻ്റെ കോസ്റ്റ്. ചില ലീഡിങ് സൂപ്പർ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. ഇത് വെച്ച് നമ്മൾ ജസ്റ്റ് മുടിയുടെ ആ ഇഴകളിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം ഉടക്ക് വരാതിരിക്കാൻ. ഉടക്ക് ഇതിൽ കാണും കുളിച്ച് കഴിയുമ്പോൾ കുറച്ച്. പക്ഷേ നമ്മൾ ബോട്ടോക്സ് ചെയ്യുന്നതിന് മുമ്പിലുള്ള അത്രയും കാണൂല. ഈസിലി നമുക്കത് വിട്ട് വരും ഹെയർ ബ്രഷുമായിട്ട്. രണ്ട് സൈഡിലും മുടി സ്പ്ലിറ്റ് ചെയ്തിട്ട് തേക്കുക. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം പലർക്കും ഒരു ഡൗട്ട് തോന്നും, മുടിയിൽ ഉടക്ക് വരത്തില്ലേ നമ്മൾ എണ്ണ വെച്ചില്ലെങ്കിൽ. എണ്ണയ്ക്ക് പകരമുള്ളൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് സെറം. കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ. ഇതിങ്ങനെ കയ്യിലെടുത്ത് അത്യാവശ്യത്തിന് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് തേച്ചങ്ങ് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുടി ചീവി ഇത് തേച്ച് കൊടുക്കുമ്പോൾ ആ ഡ്രൈനെസ് മാറുകയും നമുക്ക് മാനേജ് ചെയ്യാനും പറ്റും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ മുടിയിൽ ഭയങ്കര ഉടക്ക് കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസനീയമായിട്ടുള്ളൊരു പാർലറിൽ പോയി ബോട്ടോക്സ് ചെയ്യാം. ഞാൻ ഇന്ന പാർലറിൽ പോയി ചെയ്യണമെന്നൊന്നും മാർക്കറ്റ് ചെയ്യാറില്ല. കാരണം നിങ്ങൾക്ക് പിന്നെ അത് മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഹെയർ. ഇനി ഞാൻ എൻ്റെ തന്നെ ഡീറ്റാംഗ്ലർ വെറ്റ് ബ്രഷ്, ഹെയർ ബ്രഷ്, ഞാനിത് സെയിൽസിന് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ബിസിനസ് പേജിൽ സിന്ധുജ സാരി ഫാൻ സ്റ്റുഡിയോയിൽ. അത് വെച്ചിട്ട് മേളയും താരത്തെടുക്കുക. താഴേന്ന് മേളിലോ, ശരിക്കുള്ള രീതി ആൾക്കാർ കണ്ടുപിടിച്ചിരിക്കുന്ന താഴേന്ന് മേളിലാണ്. മുടി പൊട്ടാത്ത രീതിയിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഉടക്കെടുക്കുക. ഉടക്ക് കാണും, കാരണം നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നനഞ്ഞ മുടിയിൽ ഉടക്ക് കാണും. പക്ഷേ എൻ്റെ മുടി ആദ്യം എന്നെ ട്രീറ്റ് ചെയ്ത് എൻ്റെ സർവീസ് എത്തുന്ന പാർലർക്ക് അറിയാം അന്യായ ഉടക്കിൻ്റെ ബഹളിയാണ്. എനിക്ക് എൻ്റെ മമ്മിയോ പേരൻസോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ട് എനിക്ക് ഉടക്കെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബോട്ടോക്സിലേക്ക് വന്നത്. ബോട്ടോക്സും എനിക്ക് ഒരു ട്രസ്റ്റിൻ്റെ പുറത്ത് ഞാൻ ചെയ്താൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു എൻ്റെ ഫ്രിസ് ഹെയർ ശരിയാവുന്നു. പക്ഷേ ഒരു പരിധി വരെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Thanks to the Botox treatment which I have done on my hair, which reduced my frizz and made my hair easily manageable. ഇനി ഞാൻ തലയൊന്ന് കെട്ടിയിട്ട് നമുക്ക് കാണാം. കുച്ചിപ്പൊടിയുടെ കലശം ഞാൻ മേളിൽ വെച്ചേക്കുന്നു. അങ്ങനെ നമ്മുടെ ഇതിൻ്റെ കുച്ചിപ്പൊടിയുടെ കുടം നമുക്ക് അവർ തട്ടിത്തരും. അതിൻ്റെ അവിടെ പറഞ്ഞത് ചെയ്ത് തരും. തലയിൽ വെക്കാൻ പറ്റും. എന്നാലും തലയിൽ ബാലൻസ് വേണം. പിന്നെ നമ്മുടെ ഈ തട്ടം, പുതിയ തട്ടം. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ, ഈ തട്ടോ ഈ കുടവും പോയി നമുക്ക് പൂജിച്ചിട്ട് വരാം. ബാക്കി വിശേഷങ്ങൾ ക്ഷേത്രത്തിൽ പോയി കാണാം. സ്റ്റേ ട്യൂൺഡ്, ഫോളോ മീ. അങ്ങനെ പൈപ്പിൻമുടി ശിവക്ഷേത്രത്തിലെത്തി. ഇനി അകത്ത് പോയി തട്ടം പൂജിക്കണം. തട്ടം കൊണ്ടുവരാൻ ഞാൻ ടാസ്ക് പണിപ്പെട്ടു. കാറിലായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. ചെറിയ വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് ഞാൻ 2 വീലർ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഇത് കൊണ്ടേ അകത്ത് കയറ്റി ചീട്ടെടുത്ത് പൂജിക്കണം. ഓക്കെ. അങ്ങനെ തട്ടം പൂജിക്കാനുള്ള ചീട്ടെടുത്തു. അങ്ങനെ നമുക്ക് തട്ടം പൂജിച്ച് കിട്ടി ഡിയേഴ്സ്. പൂജ കഴിയുമ്പോഴാണ് അതിൽ ഇലയും പിന്നെ പൂവും ഇതുമൊക്കെ തരുന്നത്. ഒപ്പം ഞാനൊരു അഷ്ടോത്തര പുഷ്പാഞ്ജലി എടുത്തിരുന്നു എനിക്ക് വേണ്ടി. അതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു ചെറിയ പൂ ഭഗവാന്റെ പ്രതിഷ്ഠയിൽ നിന്നും, ശിവഭഗവാന്റെ പ്രതിഷ്ഠയിൽ നിന്ന് എനിക്ക് കിട്ടി. ചന്ദനം ഞാൻ ഒന്നിടട്ടെ. പിന്നെ ഭസ്മവും. പൂ നമുക്ക് പുറത്ത് പോയിട്ട് ക്ലിപ്പയിൽ വെക്കാം. സ്ലൈഡ് ഇല്ല, ഈ ഉള്ള കുളിപ്പിനൽ കിട്ടിയിരിക്കുന്ന അതിനകത്തോട്ട് നമുക്കങ്ങ് അറ്റാച്ച് ചെയ്യാം. നമ്മുടെ പൂജിച്ച തട്ടം കണ്ടല്ലോ, പൂവൊക്കെ ഇട്ട് സുന്ദരിയാക്കിയിട്ടുണ്ട് തട്ടത്തെ. അങ്ങനെ എനിക്ക് തട്ടം പൂജിച്ചപ്പോൾ ഒരു പൂ ഭഗവാന്റെ ലിംഗത്തിലിരുന്ന് ഇച്ചിരി ഭാഗം എനിക്ക് കിട്ടി.
സോ ആ പൂവും കൂടെ ഞാൻ തലയിൽ ചൂടുവാണ്. സോ എനിക്ക് തട്ടം പൂജിച്ച് കിട്ടി. അതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അതിനകത്തിരുന്ന് പൂജിച്ച് കിട്ടുമ്പോഴാണ് ഈ പൂവും ചന്ദനവും ഒക്കെ അതിൽ വരുന്നത്. ഇത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശമാണ്. എൻ്റെ വീട്ടിൽ നിന്നൊരു 2-3 കിലോമീറ്റർ കാണും. കട്ട് റൂട്ടുണ്ട്, അതുവഴിയാണ് ഞാനിവിടെ പോവാറ്. ഇനി ഞാൻ ഈ തട്ടക്കുട്ടനെ തിരിച്ച കവറിലാക്കട്ടെ, എന്നിട്ട് ചുറ്റമ്പലത്ത് പോകും. അങ്ങനെ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റ് ഏരിയ. കുറച്ച് വലിയ അമ്പലമാണ്. അങ്ങനെ ഞാൻ എൻ്റെ തട്ടപൂജയൊക്കെ കഴിഞ്ഞ് വീണ്ടും അതേ ക്ഷേത്രത്തിൽ, നമ്മുടെ വിശ്വസനീയമായ പൈപ്പിൻമുളി ശിവക്ഷേത്രത്തിൽ വന്ന് എൻ്റെ ബാക്കിൽ മറ്റേ ആറാണ് കാണാമല്ലോ. സോ ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുന്നു. അടുത്തൊരു വ്ളോഗിനായി കാത്തിരിക്കുക. ബൈ.